ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ, അടിപൊളി ടേസ്റ്റില്. അപ്പൊ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതിന്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ നന്നായി പഴുത്ത മാങ്ങയുടെ പൾപ്പ് മാത്രം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പഴുത്ത മാങ്ങ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 പച്ചമുളക് കീറിയത്, അതുപോലെ കറിവേപ്പില, മുളക് പൊടി, 1 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ മാങ്ങയുടെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ അടുപ്പിൽ വേവിക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പഴുത്ത മാങ്ങയൊക്കെ വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം, അതിലോട്ട് 10 ചെറിയുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ചെറിയ 2 പീസ് ഇഞ്ചി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. നന്നായി മാങ്ങയൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നാളികേരം നന്നായി തിളച്ച് അതിന്റെ നാളികേരത്തിന്റെ പച്ച സ്മെല്ലൊക്കെ മാറണ വരെ നന്നായി തിളക്കാനായിട്ട് വിടാം. ഇപ്പൊ തന്നെ നാളികേരം ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് തൈര് ചേർക്കണം. തൈര് നമ്മൾ 1/2 കിലോ തൈര് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് വെക്കണം. തൈര് അങ്ങനെ തന്നെ കട്ടിത്തൈര് ചേർക്കാൻ പാടില്ല. മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈര് ചേർത്തതിന് പിന്നെ നമുക്ക് നന്നായി തിളയ്ക്കാൻ പാടില്ല, ചെറുതായി ഒന്ന് തിള വന്നാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. കണ്ട, ഈ അവസ്ഥയിൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക്, ഉലുവ, ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി കഷ്ണങ്ങളായി അരിഞ്ഞത്, ഉണക്കമുളക്, കറിവേപ്പില. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി. ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് അപ്പൊ തന്നെ നമ്മൾ മാങ്ങയും തൈരും നാളികേരമൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റുമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന്. അപ്പൊ നിങ്ങളെല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമന്റ്സ് അറിയിക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല കുത്തരികിടെ കൂടെ മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ട് ഒഴിച്ചൊരു പിടി പിടിച്ചുണ്ടല്ലോ, ആഹാ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കമന്റ്സ് അറിയിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടായാൽ ഇനി ഇതുപോലെ നാടൻ വിഭവങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.